കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യം. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മലശ്ശേരിയിൽ വനിതാ സംഗമം. ജില്ലാ സമ്മേളനം ജൂലൈ 18 മുതൽ 20 വരെ വടക്കാഞ്ചേരിയിൽ. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിൽ തുറന്നുവിടുകയാണെന്ന് കൗൺസിലർമാർ. മുഴുവൻ തെരുവുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ സത്വര നടപടിയെന്ന ചെയർപേഴ്സൺ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ ഭാഗത്ത് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 21 വയസ്സുള്ള പ്രണവ്. ആലത്തൂർ SN കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പ്രണവ് ഒഴുക്കിൽപ്പെട്ടത് 3 ദിവസം മുൻപ്. വാർത്തകൾ വിശദമായി. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജൂലൈ 18 മുതൽ 20 വരെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മലശ്ശേരിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതകൾക്ക് വലിയ രീതിയിലുള്ള പരിഗണനയാണ് ഇടതു സർക്കാർ നൽകുന്നത്. സ്ത്രീകളെ ഒപ്പം നിർത്തിയ സർക്കാരാണ് ഇടതു സർക്കാർ. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. സ്ത്രീകൾക്ക് എന്താപത്ത് സംഭവിച്ചാലും നടപടി ഉറപ്പാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസ് നടപടിയെടുക്കുന്നതിൽ പിറകിലാണെങ്കിൽ ഇവിടെ മറിച്ചാണെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ചെടുത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയും. രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വരുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനം നാം എടുത്ത് പരിശോധിക്കണം. കേരളം വിദ്യാസമ്പന്നമായ കേരളമാണ്, സാംസ്കാരിക കേരളമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. 100% സാക്ഷരത കൈവരിക്കുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനം നമുക്കറിയാം മാതൃകാപരമായി സ്ത്രീകളെ സംരക്ഷിക്കുന്നൊരു കേരളമായി മാറും. ഇന്നൊട്ടേറെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ട് പോലും ഈ കേരളത്തിലും പീഡനങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി. പക്ഷേ അങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും തട്ടിപ്പോകൽ ഉണ്ടാകുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോഴും അതിനകത്തൊക്കെ അടിയന്തര നടപടികളെടുക്കുവാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് A. പ്രഭാവതി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി സുമലത മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതി വാസൻ, ചെർപ്പളശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C. കമലം, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, പറളി പഞ്ചായത്ത് പ്രസിഡന്റ് രേണുക, പ്രസന്ന വിജേഷ്, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കൗൺസിൽ അംഗം OK സൈതലവി, മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതാ സംഗമത്തോടനുബന്ധിച്ച് മികച്ച ക്ഷീരകർഷക മഞ്ജു ഹരിദാസിനെയും മികച്ച കുട്ടി കർഷക KP അവനികയെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത് ആലത്തൂർ ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം. കാവശ്ശേരി കരക്കുളം സ്വദേശി 21 വയസ്സുള്ള പ്രണവിൻ്റേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ഇന്ന് രാവിലെയാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. കാവശ്ശേരി കഴനി എരകുളം സ്വദേശിയായ 21 വയസ്സുള്ള പ്രണവിൻ്റേതാണ് മൃതദേഹമെന്ന് പിന്നീട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം ആലത്തൂർ ഗായത്രി പുഴയിൽ പ്രണവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. 3 ദിവസമായി ഫയർഫോഴ്സ്, സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഗായത്രി പുഴയിൽ തിരച്ചിൽ നടത്തി. ഇന്ന് രാവിലെ പട്ടാമ്പി നിള ആശുപത്രിക്ക് പിറകുവശത്തായാണ് ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. കനത്ത മഴയിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ശക്തമായ ഒഴുക്കിൽ മൃതദേഹം ഒഴുകി വന്നതാകാമെന്നാണ് നിഗമനം. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ആലത്തൂരിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയാണ് തിരിച്ചറിഞ്ഞത്. ആലത്തൂർ SN കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രണവ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്തെ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് ABC കേന്ദ്രത്തിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ വന്ധ്യകരണത്തിനായി കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്നുവിടുന്നതായാണ് ആരോപണം. മുസ്ലിം ലീഗ് കൗൺസിലർമാരാണ് ആദ്യഘട്ടത്തിൽ വിമർശനവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചെന്നും പേവിഷബാധ സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനുള്ള നടപടി നഗരസഭ വൈകിപ്പിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീടുകൾക്കകത്തുവരെ തെരുവുനായ്ക്കൾ കയറുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെ പുറത്തുവിടാൻ വരെ ഭയമാണെന്നും ലീഗ് കൗൺസിലർമാർ ആരോപിച്ചു. ഇതിനു പിന്നാലെ BJP, സ്വതന്ത്ര മുന്നണി, CPM കൗൺസിലർമാരും ഇതേ ആരോപണവുമായി രംഗത്തെത്തി. വരോട്, കണ്ണിയമ്പുറം, RS റോഡ്, പാലപ്പുറം പ്രദേശങ്ങളിലും തെരുവുനായ ശല്യമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിച്ചു. വെറ്റിനറി ഡോക്ടറെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. ഒറ്റപ്പാലം, പട്ടാമ്പി താലൂക്കുകൾക്ക് ഒറ്റ ABC കേന്ദ്രമാണുള്ളത്. ഒറ്റപ്പാലത്തെ വെറ്റിനറി ആശുപത്രിയിലാണ് ഈ കേന്ദ്രം. പട്ടാമ്പി താലൂക്കിലെ പലയിടങ്ങളിൽ നിന്നുള്ള തെരുവുനായ്ക്കളെ ഉൾപ്പെടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച സ്ഥലത്ത് തിരിച്ചുവിടാതെ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വിടുന്നുവെന്നാണ് ആരോപണം. ഒരു തവണ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ആരോപണമാണിത്. പട്ടാമ്പിക്ക് പ്രത്യേക ABC കേന്ദ്രമെന്ന പദ്ധതി ഇപ്പോഴും നടപ്പായിട്ടില്ല. പേവിഷബാധയുടെ ആശങ്ക പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കകം നഗരസഭയിലെ എല്ലാ തെരുവുനായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ K. ജാനകി ദേവി അറിയിച്ചു. നഗരസഭാ പ്രദേശത്ത് അടിച്ചുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ഇടിച്ചുകൊണ്ട് പോകുമ്പോൾ കൗൺസിലറുടെ കത്ത് വേണം. പക്ഷെ കൊണ്ടുവന്ന് വിടാൻ ഒരു കൗൺസിലർ അറിയില്ല. അപ്പൊ കൊണ്ടുവന്നത് ഏത് സ്ഥലത്ത് നിന്നാണോ പിടിച്ചത്, ആ പിടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ പിടിച്ചതിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്ന അത് കൗൺസിലറുടെ കൂടി അറിവോടുകൂടി മാത്രമായിരിക്കണം എന്നതുൾപ്പെടെയുള്ള ഫലപ്രദമായ ഒരു തീരുമാനം വെറ്ററിനറി ഡോക്ടറെ ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗം അടിയന്തരമായി ചേർന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മഞ്ഞക്കാട് കാഞ്ഞിരക്കുഴി പ്രദേശത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. പ്ലാക്കിൽ ഓമനയുടെ വീടിന് മുകളിലേക്കാണ് ഫോറസ്റ്റ് പരിധിയിലെ മരം കടപുഴകി വീണത്. ഇന്നലെ വൈകുന്നേരം 3:30 വീശിയ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിനു മുകളിലേക്ക് ഫോറസ്റ്റ് പരിധിയിലുള്ള മരം കടപുഴകി വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റുകൾ ഭാഗികമായി തകർന്നു. മുൻവശത്തും കേടുപാടുകൾ സംഭവിച്ചു. 75,000-ഓളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. മരം വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം താറുമാറായി. ഏറെ സമയത്തിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. സംഭവ സമയത്ത് വീടിനുള്ളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഓമനയും ഓമനയുടെ മകനും മാത്രമാണ് വീട്ടിൽ താമസം. ഇവർ പണിക്ക് പോയ സമയത്താണ് മരം വീണത്. സമാനമായ രീതിയിൽ മറ്റു വീടുകൾക്കും അപകടമുണ്ടാകുന്ന തരത്തിലുള്ള മരങ്ങളും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴയും കാറ്റും ശക്തമാകുമ്പോൾ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. സംഭവസ്ഥലം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സന്ദർശിച്ചു. നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞെന്നും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വനംവകുപ്പ് അധികൃതർ പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് നഗരസഭ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വീടിൻ്റെ ഒരു പരിക്കെല്ലാം പരിശോധിച്ച് ചെയ്യാനായിട്ട് ഈ അവസ്ഥയിലൊക്കെ ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഇല്ല, അത് അവരുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കാം. നമ്മൾ നഗരസഭ മാത്രം വിചാരിച്ചത് കൊണ്ടാകില്ല, ഫോറസ്റ്റ് കൂടി ഇതിനകത്ത് വളരെ അടിയന്തരമായി ഇടപെട്ട് അവരുടെ ചില മരം വെട്ടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. മുനിസിപ്പൽ എഞ്ചിനീയർ സന്ദീപ് PS, ഓവർസിയർ KC മരിയ ജോൺ, ഫോറസ്റ്റർ ഗിരീഷ്, പൊതുപ്രവർത്തകരായ മണികണ്ഠൻ, രാജേഷ് പോൾ, സുജിൻ ദാസ് എന്നിവർ ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മണ്ണൂർ കൊട്ടക്കുന്ന് തേക്കിൻകാട് മാധവന്റെ വീടാണ് തകർന്നത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 50 വർഷം പഴക്കമുള്ള മൺചുവരുള്ള ഓടിട്ട വീടാണിത്. വീടിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്നതോടെ അന്തിയുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മറ്റേ മുറികളിലെ ചുമരുകളും തകർച്ച ഭീഷണിയാണ്. മാധവനും ഭാര്യയുമാണ് ഇവിടെ താമസം. സംഭവം അറിഞ്ഞ വാർഡംഗങ്ങളായ ഹുസൈൻ ഷഫീഖും സുനിതയും വീട് സന്ദർശിച്ചു.
ഏകദേശം വീടിൻ്റെ പകുതിയോളം ഭാഗം മുഴുവനായും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 10-50 വർഷക്കാലം പഴക്കമുള്ള മൺചുമരാണുള്ളത്. ഏത് നിമിഷവും നിലം പൊത്താറായിട്ടുള്ള രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഇവർക്ക് PMAയിലോ അതേപോലെ തന്നെ PMA വഴിയിലോ ലൈഫിലോ ഇവർക്ക് പേര് വരുവാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും അതിലോട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ പ്രളയ സംബന്ധമായിട്ടുള്ള വീടിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർക്ക് വേണ്ടുന്ന കലക്ടറുടെ ഭാഗത്ത് നിന്ന് പ്രളയ ഫണ്ടിൽ നിന്ന് മാക്സിമം ഫണ്ട് മേടിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പറളി ഓടന്നൂർ പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. കണ്ണാടിപ്പുഴ കര കവിഞ്ഞൊഴുകിയതോടെയാണ് പാലം വെള്ളത്തിൽ മുങ്ങിയത്. ഇതോടെ ഗതാഗതം സ്തംഭിച്ചു. മറ്റ് യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലത്തിൽ നിന്ന് എപ്പോൾ വെള്ളം ഇറങ്ങുമെന്ന് പറയാനുമാകില്ല. കണ്ടയമ്പുറം വിദ്യാനഗറിലെ അമൃത വിദ്യാലയത്തിനടുത്ത് വീട്ടുവളപ്പിൽ നിന്ന് ആക്രമ്യകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മങ്കടയിൽ നിന്നെത്തിയ ആലി നെല്ലങ്കരയുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടർമാരുടെ സംഘമാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വീട്ടുവളപ്പിൽ കണ്ടുവരുന്ന അക്രമകാരിയായ പന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. കൃഷിനാശം വരുത്തുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തതോടെ വീട്ടുകാർ വാർഡ് കൗൺസിലർ സതീദേവിയെ വിവരമറിയിക്കുകയായിരുന്നു. കൗൺസിലർ നഗരസഭയെയും നഗരസഭ ഫോറസ്റ്റിനെയും വിവരമറിയിച്ചു. തുടർന്നാണ് ഫോറസ്റ്റ് റേഞ്ചറുടെയും ചെയർപേഴ്സന്റെയും നിർദ്ദേശപ്രകാരം മങ്കടയിൽ നിന്നുള്ള അംഗീകൃത ഷൂട്ടർമാർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചത്. നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാരെത്തി പന്നിയെ സംസ്കരിച്ചു. ദേവകുമാർ VJ തോമസ്, ഷാൻ KP എന്നിവരാണ് അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലെത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. കാടിനുള്ളിൽ നിന്ന് കാട്ടുപന്നിയെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്ന് വാർഡ് കൗൺസിലർ സതീദേവി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോട്ടായി മങ്കര മേഖലകളിൽ സ്കൂളുകളിലും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്തു. കോട്ടായി ചമ്പ്രക്കുളം AUP സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനപരിപാടികൾ കോട്ടായി പോലീസ് സ്റ്റേഷൻ ASI പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. SCPO രാജീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ മാസ്റ്റർ, അധ്യാപകരായ MV സുധ, MP ബീന, S സൗമ്യ, MC രാഹുൽ, PN ശ്രീജ, S ശരണ്യ, M ഹിബത്തുള്ള മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ റിയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മങ്കരയിൽ ലഹരിമുക്ത ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ലഹരിമുക്ത റാലി നടത്തി. പ്ലക്കാർഡുമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണവും നടത്തി. മങ്കര വെള്ളറോഡിൽ നടന്ന പരിപാടിയിൽ പൊതുപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്തു. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം വളരെ മോശമായ രീതിയിലേക്ക് നീങ്ങിയിരിക്കുമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും മറ്റെല്ലാ സാംസ്കാരികപരമായി കൊണ്ടൊക്കെ തന്നെ കേരളം മുന്നിലാണെങ്കിലും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാരായ കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെ വിമുക്തമാക്കുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഈ പ്രവർത്തനം. ഇന്നത്തെ ദിവസത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും എല്ലാ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ തന്നെ PM യൂസഫ് പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. KKA റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുരിശി, അഷ്റഫ് മങ്കര എന്നിവർ സംസാരിച്ചു. കോട്ടായി കണ്ടച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ A രമേശ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മുഴുവൻ പേര് പോലും നമ്മൾ ചോദിക്കും. അത്ര സ്നേഹമാണ് നമ്മൾ. ഇപ്പൊ അതുപോലെ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഓരോ ഷോർട്ട് നെയിം ഉണ്ടാവും. ടീച്ചറുടെ പാരന്റ്സ് ചിലപ്പോൾ ചെറുപ്പത്തിൽ പുഷു എന്ന് വിളിച്ചിട്ടുണ്ടാവും. പ്രസവ ടീച്ചർ ചിലപ്പോൾ കൃഷു എന്ന് വിളിക്കുന്നുണ്ടാവും. അക്ഷര ടീച്ചർ ചിലപ്പോൾ അക്ഷു എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പൊ എന്നിട്ട് ചിലപ്പോൾ അന്വേഷണത്തിൽ വിളിച്ചില്ല. അത്ര സ്നേഹമുണ്ട്. അത്രയും സ്നേഹം തരുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ബാലൻ അധ്യക്ഷത വഹിച്ചു. നല്ലപാറം കോർഡിനേറ്റർ പുഷ്പലത സംസാരിച്ചു. സ്കൂൾ മാനേജർ M ബാലൻ സ്വാഗതവും ബ്രിജു ലയോഗേഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വൈവിധ്യ കലാപരിപാടികളും അരങ്ങേറി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മാത്തൂർ CFD ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാരീരിക മാനസികോല്ലാസത്തിന്
ഉപയുക്തമായ സുംബ ഡാൻസ് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സുംബ ഡാൻസ് സംഘടിപ്പിച്ചത്. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. ലീഡർ വിസ്മയ വി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോസ്റ്റർ രചനാ മത്സരവും റാലിയും സംഘടിപ്പിച്ചിരുന്നു. ആദ്യ നന്ദഗോപാൽ റാലി നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക എം സൗമ്യ, കോർഡിനേറ്റർമാരായ കെ മിനി, പി എം സൗമ്യ മോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല, കോട്ടായി. സമൂഹം വഴിപിഴയ്ക്കുന്നത് പ്രതിരോധിക്കാൻ സമസ്ത മുന്നിലുണ്ടാകുമെന്നും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ തലശ്ശേരി MSA ബനാത്തി യത്തീംഖാനയിൽ വരുന്ന ഫാലില കോഴ്സിൻ്റെ 7ാം ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഫലീല കോർഡിനേറ്റർ സഹദ് ഫൈസി അൽ ഖുറാനി കോഴ്സ് പരിചയപ്പെടുത്തി. ഹനീഫ അൻവരി, അബ്ദുറഹിമാൻ മുസ്ലിയാർ, അബ്ദുള്ള കോയ തങ്ങൾ, TA ഏന്തിൻകുട്ടി, TM ഹംസ, P മമ്മിക്കുട്ടി, KM മുഹമ്മദ്, CM അബൂബക്കർ, KA റസാഖ്, KA ഇബ്രാഹിം, അബ്ദുറഹ്മാൻ വറവട്ടൂർ, P മുഹമ്മദ് കുട്ടി, TK മൊയ്തീൻകുട്ടി, EM കുഞ്ഞുമണി, PA അബ്ദുൽ കരീം, N കോയ മൗലവി, SM അബ്ദുൽ മജീദ്, NM അബ്ദുൽ ഖാദർ, കാസിം ചെരിപ്പൂർ, കോയക്കുട്ടി ഇരുമ്പോശ്ശേരി, SA അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. മാനേജർ TP ഹംസ സ്വാഗതവും ഷഹീർ ദേശമംഗലം നന്ദിയും പറഞ്ഞു. സംസ്ഥയുടെ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി രാവിലെ യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ കൊടി ഉയർത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വായനയ്ക്കൊരു ദിനം പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കല്ലിപ്പാടം പൊതുജന വായനശാലയുടെ സഹകരണത്തോടെയാണ് ആര്യഞ്ചിറ UP സ്കൂളിൽ വായനയ്ക്ക് ഒരു ദിനം പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി A മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ S ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ പ്രകാശൻ ചുനങ്ങാട് വിശിഷ്ടാതിഥിയായിരുന്നു. എഴുത്തുകാരൻ ES കൃഷ്ണനെ ആദരിച്ചു. PTA പ്രസിഡന്റ് P ദിവ്യ, MPTA പ്രസിഡന്റ് സുമാ രഞ്ജിത്ത്, മാനേജർ A ആനന്ദ്, SSG ചെയർമാൻ KA അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, കല്ലിപ്പാടം പൊതുജന വായനശാല പ്രസിഡന്റ് മോഹൻദാസ്, പൂർവ്വ അധ്യാപക പ്രതിനിധി TK ഗോപിനാഥൻ, അധ്യാപിക PP ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു. വീട്ടിലാകെ കിട്ടിയിരുന്നത്, വീട്ടിൽ ആവുന്ന കാലഘട്ടത്തിൽ ചുട്ട മത്തിയാണ് അദ്ദേഹത്തിനും മക്കൾക്ക് കുടുംബത്തിലെ മറ്റു മക്കൾക്കൊക്കെ കിട്ടിയിരുന്നത്. അതും തൃത്താലയിലെ ചന്തയിലെ ആഴ്ചയിൽ ഒരിക്കലുണ്ടാവുന്ന ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അന്ന് ഇന്നത്തെ പോലെ പീടികകളില്ല, ധാരാളം കടകളില്ല. അപ്പം നമുക്കിന്നൊരു ആവശ്യം വന്ന് എന്ത് ചെയ്യാം? എവിടേക്ക് പോവാം? കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം. അന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുന്ന ചന്തയിൽ പോയിട്ടാണ് വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഭക്ഷണം വല്ലാത്തൊരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശപ്പ് അകറ്റുക എന്നുള്ളത്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിക്കും. ജൂൺ 28 രാവിലെ 9 മനശ്ശേരി KM ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം സംഘടിപ്പിക്കുകയെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയോത്സവത്തിൽ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് വിജയികളുമായി സംവദിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള അനങ്ങനടി, അമ്പലപ്പാറ, മണ്ണൂർ, ലക്കിടിപ്പേരൂർ, വാണിയംകുളം പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാലയങ്ങളിലെ വിജയികളെയാണ് അനുമോദിക്കുക. SSLC, CBSE, ICSE, പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്നതിനൊപ്പം ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ 10-12 ക്ലാസ് പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കും. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ തിരഞ്ഞെടുത്ത 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും. നരിവേട്ട സിനിമയിലെ ബാലതാരങ്ങളായ മിഖ, മിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. മനശ്ശേരി KM ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം.
ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പരിധിക്കകത്തെ, അതായത് 5 പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിക്കകത്തെയും SSLC +2 ക്ലാസ്സുകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അതിൽ CBSE വിഭാഗത്തിൽ പഠിക്കുന്നവരും ഇതോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷമില്ലാത്ത ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷം ബാങ്ക് പരിധിക്കകത്തെ സ്കൂളുകളിൽ നിന്നുള്ള A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അനുമോദനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ബാങ്ക് പരിധിക്കകത്ത് നിന്ന് പഠിക്കാൻ പുറത്ത് സ്കൂളുകളിൽ നിന്നും A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഇതോടൊന്നിച്ച് അനുമോദിക്കുന്ന പരിപാടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിച്ചു. RTGS, NEFT, IMPS പോലുള്ള സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇത് വളരെ കാര്യക്ഷമമാകും. UPI സേവനങ്ങൾ ഏർപ്പെടുത്താനുള്ള അംഗീകാരം കിട്ടിയ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പണം കൈമാറുന്നതിനുള്ള സൗകര്യം നമുക്കായി. മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രവർത്തനക്ഷമമായി. ഒരു കമേഴ്സ്യൽ ബാങ്കിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് നേടാൻ കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M. രാമനുണ്ണി, ജനറൽ മാനേജർ ഇൻചാർജ് S. സഞ്ജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ. ചിഞ്ചുറാണി. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യം. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ വനിതാ സംഗമം. ജില്ലാ സമ്മേളനം ജൂലൈ 18 മുതൽ 20 വരെ വടക്കഞ്ചേരിയിൽ. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിൽ തുറന്നുവിടുകയാണെന്ന് കൗൺസിലർമാർ. മുഴുവൻ തെരുവുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ സത്വര നടപടിയെന്ന ചെയർപേഴ്സൺ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ ഭാഗത്ത് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 21 വയസ്സുള്ള പ്രണവ്. ആലത്തൂർ SN കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പ്രണവ് ഒഴുക്കിൽപ്പെട്ടത് 3 ദിവസം മുൻപ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.